അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസ്വീറത്തിൻ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നമ്മുടെ എല്ലാവരിലും വർഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി മാനവതക്ക് അവതരിപ്പിച്ചിട്ടുള്ള ആധ്യാത്മിക ഗ്രന്ഥമാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യോന്യവും അവികലവുമായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഖുർആൻ ഒരുപാട് വിജ്ഞാനങ്ങൾ, അറിവുകൾ മനുഷ്യ സമൂഹത്തിന് പ്രദാനം ചെയ്യുന്നുണ്ട്. എത്രയെത്ര വിഷയങ്ങളാണ്, എത്രയെത്ര വിജ്ഞാനങ്ങളാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യകത്തിന് പ്രദാനം ചെയ്യുന്നത് എന്നത് വിവരിക്കാനും വിശദീകരിക്കാനും തിട്ടപ്പെടുത്താനും സാധ്യമല്ല. അത്രമാത്രം അപാരമായ അറിവിൻ്റെ കലവറയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വായനാ അനുഭവവും വ്യത്യസ്തമാണ്. ഒരു ചരിത്രകാരൻ ഖുർആൻ വായിക്കുമ്പോൾ അദ്ദേഹത്തെ ആകർഷിക്കുക ഖുർആനിൻ്റെ കൃത്യവും വസ്തുനിഷ്ഠവുമായ ചരിത്ര പാഠങ്ങളും വിശകലനങ്ങളും ആണ്. ഒരു ശാസ്ത്രജ്ഞൻ ഖുർആൻ വായിക്കുമ്പോൾ അദ്ദേഹത്തെ ആകർഷിക്കുക ശാസ്ത്രലോകത്തെ വിജ്ഞാനങ്ങളെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പ്രതിപാദനങ്ങളും പരാമർശങ്ങളും ആണ്. ഒരു സൈക്കോളജിസ്റ്റ്, മനഃശാസ്ത്രജ്ഞൻ പരിശുദ്ധ ഖുർആൻ പഠനവിധേയമാക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ മനഃശാസ്ത്രപരമായ കൗൺസിലിങ്ങുകൾ, ഉപദേശ നിർദ്ദേശങ്ങൾ, ഗൈഡൻസുകൾ, അതാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുക. ഒരു സാഹിത്യകാരൻ ഖുർആൻ പഠനത്തിന് വിധേയമാക്കുമ്പോൾ അറബി ഭാഷയിൽ പരിജ്ഞാനമുണ്ട് എങ്കിൽ ഖുർആൻ ആ സാഹിത്യകാരൻ്റെ മനസ്സിനെ മതിക്കും, യാതൊരു സംശയവും ഇല്ല. ഇങ്ങനെ പ്രതിപാദനങ്ങളുടെ വിഷയവൈവിധ്യങ്ങളുടെ അപാരതയാണ് പരിശുദ്ധ ഖുർആൻ. ഈ വായനാ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വായനാ അനുഭവം ഇസ്ലാമിക പ്രബോധകന്മാർ, ഇസ്ലാമിക പ്രവർത്തകന്മാർ എന്ന നിലക്ക് പരിശുദ്ധ ഖുർആൻ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അതാകട്ടെ ഖുർആനിൻ്റെ മൗലികമാണ്, അടിസ്ഥാനപരമാണ്. പരിശുദ്ധ ഖുർആൻ ചരിത്രം പറയുന്നു, പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ ചരിത്രം പറയുന്നു. ആ ചരിത്രത്തിൽ അമ്പിയാക്കളുടെ ആത്മരോധനമായി ഖുർആനിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്. നെഞ്ച് പിടഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി തൻ്റെ ജനങ്ങളോട് ലോകത്ത് നിയോഗിക്കപ്പെട്ട ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ ഉയർത്തിയ പ്രഖ്യാപനം, യാ ഖൗം, എൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഉബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ഇലാഹ്, ആരാധ്യൻ, ഒരു പ്രാർത്ഥനാശക്തി നിങ്ങൾക്കില്ല. ഈ തൗഹീദിൻ്റെ വിളംബരം
അത് ഖുർആനിൻ്റെ ചരിത്രമാണ്. പ്രവാചകന്മാരെ അവരുടെ ദൗത്യത്തെ തകർക്കാൻ ശ്രമിച്ച തൗഹീദിൻ്റെ ശത്രുക്കളുടെ പരാജയം പരിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രമാണ്. ഖുർആൻ ശാസ്ത്രവിജ്ഞാനങ്ങൾ വിശകലനം ചെയ്യുന്നത് എന്നെയും നിങ്ങളെയും ശാസ്ത്രജ്ഞന്മാർ ആക്കുന്നതിന് വേണ്ടിയല്ല, എന്നാൽ ശാസ്ത്ര അവബോധം വളർത്തുന്നു എന്നതൊരു വസ്തുതയാണ്. നമുക്കറിയാം, 19-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഒക്കെ വളർന്ന് വികസിച്ച ശാസ്ത്രത്തിൻ്റെ വിജ്ഞാന വിസ്ഫോടനങ്ങളിൽ അനൽപമായ പങ്ക് വഹിച്ചത് പരിശുദ്ധ ഖുർആനിൻ്റെ പാഠം പഠിച്ചെടുത്ത അറബ് സമൂഹത്തിൽ നിന്നായിരുന്നു എന്ന ചരിത്രം അലീജ അലി ഇസ്സത്ത് ബെഗോവിച്ച്, ബോസ്നിയയുടെ പ്രസിഡന്റും ഇസ്ലാമിക ആധുനിക കാലഘട്ടത്തിലെ യൂറോപ്പിലെ നവോത്ഥാന നായകനുമായ ബെഗോവിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു ഗ്രന്ഥം അതിൽ വിശദീകരിക്കുന്നുണ്ട്. ലോകത്തിന് ഇന്ന് വരുത്തിയ ശാസ്ത്രീയമായ സമൂഹത്തിൻ്റെ പുരോഗതിയുടെ നാരായ വേര് വിശുദ്ധ ഖുർആനായിരുന്നുവെന്ന് അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. ഖുർആൻ പഠിച്ചുൾക്കൊണ്ട അറബ് ജനതയായിരുന്നുവെന്ന് അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നമ്മളെ ശാസ്ത്രജ്ഞാനികളാക്കാനും ശാസ്ത്രജ്ഞന്മാരാക്കാനുമല്ല ഖുർആൻ ശാസ്ത്ര വിഷയം പരാമർശിച്ചിട്ടുള്ളത്. അതെന്തിനാ? ശാസ്ത്രത്തിലേക്ക്, അതുവഴി തൗഹീദിലേക്ക്, വിശ്വാസത്തിലേക്ക്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാത്ത് ആയാത്തിൽ ലിഉലുൽ അൽബാബ്. ബുദ്ധിയുള്ള മനുഷ്യൻ്റെ മനനബോധത്തെ ഉണർത്തുന്ന ഈ രാപ്പകലുകളുടെ മാറ്റവും പ്രകൃതി പ്രതിഭാസവും പ്രാപഞ്ചിക സംവിധാനവും ഒക്കെ അള്ളാഹുവിൻ്റെ അടയാളങ്ങളാകുന്നു, മനുഷ്യൻ്റെ ചിന്തയെ ബന്ധുരമാക്കുന്നതാകുന്നു. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം ഫയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അങ്ങനെ പറയാനും അങ്ങനെ ഉൾക്കൊള്ളാനുമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അപാരമായ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യന് ആ ഒരു വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ പ്രചോദനം നൽകുന്നു. അതിനാണ് ഖുർആൻ ശാസ്ത്രജ്ഞാനം വിശദീകരിച്ചിട്ടുള്ളത്. എല്ലാ വിഷയവും അതിൻ്റെ മൗലികത പ്രബോധനമാണ്, തൗഹീദാണ്. ഒരു പ്രബോധകൻ്റെ, ഒരു ചരിത്രകാരൻ്റെ കണ്ണുകൊണ്ട്, ശാസ്ത്രജ്ഞൻ്റെ കണ്ണുകൊണ്ട്, സാഹിത്യകാരൻ്റെ കണ്ണുകൊണ്ട്, ഒരു നിയമവിശാരദൻ്റെ കണ്ണുകൊണ്ട് ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ ലോ ആധുനിക കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ്റെ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ, അതിൻ്റെ അതിസൂക്ഷ്മത, നിഷ്കൃഷ്ടത, അത് വരുത്തുന്ന സാമൂഹ്യ മാറ്റം, വ്യഭിചാര നിർമ്മാർജ്ജനം, മദ്യനിരോധനം, കുറ്റകൃത്യങ്ങളുടെ വിഭാടനം ആധുനിക കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ശാസ്ത്രീയമായ നിയമ നിർദ്ധാരണം ഖുർആനിലുണ്ട്. അപ്പോൾ ഒരു നിയമവിശാരദൻ്റെ കണ്ണിലൂടെയുള്ള വായന, ഇങ്ങനെ ഒരുപാട് വായനാനുഭവം ഖുർആനുണ്ട്. അതിൽ നമ്മൾ ഇസ്ലാമിക പ്രവർത്തകന്മാർ, മുസ്ലിങ്ങളായി ജീവിക്കുന്നവർ, ആണുങ്ങളും പെണ്ണുങ്ങളും, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇസ്ലാമിക പ്രബോധനം, ദീനിൻ്റെ ദഅവത്ത് എന്നത് ഒരു വികാരമാണ്, ഒരു വിചാരമാണ്. ആ ഒരു ദീനി ദഅവത്തിൻ്റെ ഒരു ഖുർആനിക വായന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. പരിശുദ്ധ ഖുർആൻ അതൊരു പ്രബോധന ഗ്രന്ഥമാണ്. വളരെ ശാസ്ത്രീയമായ പ്രബോധനം, സമഗ്രമായ പ്രബോധനം, ആദർശത്തിൻ്റെ സ്പഷ്ടതയുള്ള പ്രബോധനം, സത്യത്തിൻ്റെ തെളിച്ചവും വെളിച്ചവും ഉള്ള പ്രബോധനം. വലിയ വിഷയമാണ്, വലിയ വിഷയമാണ്. ഞാൻ ഈ വിഷയത്തെ തന്നെ 2 ഘട്ടങ്ങളിൽ, 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് അവസാനിപ്പിക്കണമല്ലോ, 2 തലങ്ങളിൽ വിശദീകരിക്കാനാണ് ഞാൻ അരമണിക്കൂറിനെ ഭേദിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, തൗഫീഖ് അല്ലാഹ്. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തുൽ
യൂസുഫിൻ്റെ 108 ആയത്താണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഖുൽ ഹാദിഹി സബീലി, നബിയെ പ്രവാചകരെ താങ്കൾ പറയുക, ഹാദിഹി സബീലി, ഇതാണെൻ്റെ പാത, ഇതാണെൻ്റെ വഴി, ഇതാണെൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, എൻ്റെ മാർഗം എന്താണ്? ദഅവത്തെ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക എന്നുള്ളതാണ് എൻ്റെ മാർഗം. എൻ്റെ കർമ്മപദം അതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം അതാണ്. അല ബസീറത്തിൻ, അങ്ങേയറ്റത്തെ ഉൾക്കാഴ്ചയോടെ, ദിശാബോധത്തോടെ, അവധാനതയോടെയാണ് ഞാൻ അള്ളാഹുവിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നത്. അന വമനിത്തബഅനി, ഞാൻ ഒറ്റക്കൊന്നുമല്ല, ഞാനും വമനിത്തബഅനി, എന്നെ പിൻപറ്റിയിട്ടുള്ള എല്ലാവരും, ഉലമാക്കൾ, ഉമറാക്കൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അങ്ങനെ ഒന്നുമില്ല. അന വമനിത്തബഅനി, പ്രവാചകനെ പിൻപറ്റിയ ഓരോരുത്തരുടെയും നാവിൽ നിന്ന് ഉയരേണ്ട ശബ്ദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ്. സഹോദരന്മാരെ, ഞാനും എന്നെ പിൻപറ്റിയവരും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുന്ന വഴിയിൽ അല്ല. ഈ ആയത്ത് മാത്രം മതി നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ പ്രവാചകനെ, ഇത്തിബാഉർ റസൂൽ, പ്രവാചകനെ പിൻപറ്റുക എന്ന ആശയത്തെ, സന്ദേശത്തെ സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ ത്യാഗം സഹിക്കുന്നവരാണ് നമ്മൾ. ഈ ഇത്തിബാഉർ റസൂലിൻ്റെ മൗലികത, അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും യുവാക്കളും പക്വതയും പ്രായബോധവും എത്തിയിട്ടുള്ള എല്ലാവരും ഈ ബാധ്യത അവരുടെ നെഞ്ചിൻ്റെ മിടിപ്പായി, തുടിപ്പായി കാത്തു സൂക്ഷിക്കണം. പരിശുദ്ധ ഖുർആൻ ഈ ദൗത്യത്തെ പറ്റിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സഹായിക്കുക, അള്ളാഹുവിനെ സേവിക്കുക എന്നൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത്. ഈ ദൗത്യമാണ്. പ്രവാചകന്മാരുടെ ദൗത്യത്തിന് കൂടെ നിൽക്കുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, സഹാബത്തുൽ കിറാം, അവരെ അൻസാറുകൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. മുമ്പും പ്രവാചകന് മുമ്പ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തു സഫിലെ ആയത്ത് കാണാൻ പറ്റും. മൻ അൻസാരി ഇലല്ലാഹ്, ഈസാ നബി ചോദിച്ചു എന്നാ യേശു ക്രിസ്തു, മൻ അൻസാരി ഇലല്ലാഹ്, ആര് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ കൂടെ നിൽക്കും? നഹ്നു അൻസാറുല്ലാഹ്, അപ്പോസ്തലന്മാർ, ഹവാരി ഖാലൽ ഹവാരിയൂൻ, അപ്പോസ്തലന്മാർ പറഞ്ഞു, ഹവാരിയങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ താങ്കളോടൊപ്പമുള്ള സഹായികളാണ്. ഈ സഹായം, സേവനം, നമ്മളിപ്പോൾ സർക്കാർ സർവീസ് എന്നാണ് നമ്മൾ പ്രയോഗിക്കാറ്, അല്ലേ? നമുക്ക് കൂലിയിട്ടില്ലേ, ശമ്പളം കിട്ടുന്നുണ്ട്, സർക്കാർ സർവീസ്. പക്ഷെ അതൊരു സർവീസാണ്. അതേമാതിരി അള്ളാഹുവിൻ്റെ സെർവൻറ്റ്, സേവകൻ, പടച്ച തമ്പുരാനെ സേവിക്കുന്ന, അവൻ്റെ ദീനിനെ സഹായിക്കുന്നവരായി തീരാൻ അള്ളാഹു ആവശ്യപ്പെടുക, താല്പര്യപ്പെടുക. അങ്ങനെ ആയി തീർന്നാലോ, ഇൻ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഫയുസബ്ബിത് അഖ്ദാമക്കും, അള്ളാഹു നിങ്ങളെ പാദങ്ങളെ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യും. അള്ളാഹുവിനെ സഹായിച്ചാൽ, അവൻ്റെ ദീനിനെ സേവിച്ചാൽ അള്ളാഹു നമ്മളെ തിരിച്ച് സഹായിക്കും. അള്ളാഹിൻ്റെ സഹായം അത്യത്ഭുതകരമാണ്. അള്ളാഹിൻ്റെ സഹായം അപാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം പഠിപ്പിക്കുന്നു, പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്നു. ഈ സഹായത്തിൻ്റെ ചരിത്രമാണ്. ഈ സഹായത്തിൻ്റെ ചരിത്ര മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മാത്രം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കി. നമ്മൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെല്ലാൻ പറയുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഫിർഔൻ്റെ അടുത്തേക്ക്. എമ്മാതിരി ധിക്കാരിയും അഹങ്കാരിയും സ്വേച്ഛാധിപതിയുമാണ് ഫിർഔൻ. മാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രവും ജനനവും ജീവിതവും വളർച്ചയുമൊക്കെ ഫിർഔനുമായി കൂടിച്ചേർന്നതാണ്. അവസാനം ഒരു കോപ്റ്റിക് വംശജനെ അടിച്ചു വീഴ്ത്തി അയാൾ മരണപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നത്? നാട് വിട്ടു പോകുന്നതും പിന്നെ
പ്രബോധന ദൗത്യവുമായി തിരിച്ചു വരുന്നതും. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പച്ചയായ മനുഷ്യനാണ് ഇരുന്നല്ലോ. പ്രവാചകന്മാരൊക്കെ മനുഷ്യന്മാരാ. അദ്ദേഹം ഒരുപാട് ബേജാറ് പറഞ്ഞു, ആദി പറഞ്ഞു, ആശങ്ക പ്രകടിപ്പിച്ചു. ആരോട്? അല്ലാഹു സുബ്ഹാനഹു തആലയോട്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, ഖാല കല്ല, അങ്ങനെ ബേജാറൊന്നും വേണ്ട. ഖാല, അല്ലാഹ് പറഞ്ഞു, കല്ല, അവലാതി വേണ്ട, അസ്വസ്ഥത വേണ്ട, ആശങ്ക വേണ്ട. ഫദ്ഹബാ ബി ആയാതിനാ ഇന്നാ മഅകും മുസ്തമിഊൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി, നമ്മുടെ ആയത്തുകളും സന്ദേശങ്ങളുമായി താങ്കൾ പുറപ്പെട്ടുകൊള്ളുക. ആരുടെ അടുത്തേക്ക്? ഫിർഔന്റെ അടുത്തേക്ക്. ഇന്ന മഅകും മുസ്തമിഊൻ, കൂടെ ശ്രദ്ധിച്ച് നാം കേൾക്കുന്നുണ്ട്. നിന്റെ സംവാദം, നിന്റെ ആർഗ്യുമെന്റ്, നിന്റെ പ്രബോധനം, അവിടെ കൂടെ ആരുണ്ട്? അല്ലാഹുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല കൂടെയുണ്ട്. അള്ളാഹിൻ്റെ സഹായമുണ്ട്. ആ സഹായം അനുഭവിച്ചറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾക്ക് മുമ്പിൽ മൂസാ നബി ഫിർഔൻ ചോദിക്കുന്നുണ്ടല്ലോ, ആരാണ് മൂസ നിൻ്റെ റബ്ബ്? ഏത്? ഞാനാ റബ്ബുക്കുമുല്ല, ഇവിടുത്തെ പടച്ചോൻ ഞാനാ. അതിനേക്കാൾ വലിയൊരു പടച്ചോനൊന്നും ഞാൻ, വേറെ ദൈവത്തിനൊന്നും ഞാൻ അറിയില്ല. പിന്നെ ആരാണ് നീ പറയുന്ന പരിചയപ്പെടുത്തുന്ന ദൈവം? അതിന് വഹീൻ്റെ വെളിച്ചത്തിൽ മൂസാ നബി പറഞ്ഞ ഉത്തരം നോക്കി നിങ്ങൾ. ഈ കാലഘട്ടത്തിൽ പോലും നമ്മളെ വിസ്മയിപ്പിക്കുന്ന മറുപടിയാണ് സൂറത്ത് ത്വാഹയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. എൻ്റെ റബ്ബ് റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എൻ്റെ റബ്ബ് സർവ്വതിനെയും സൃഷ്ടിക്കുകയും അവയ്ക്ക് നിയത പ്രകൃതി, നിശ്ചയിക്കപ്പെട്ട നേച്ചർ, പ്രകൃതി നൽകുകയും സുമ്മ ഹദാ, ഹിദായത്ത് നൽകുകയും ചെയ്തിട്ടുള്ളവനാണ്. ഹിദായത്ത് നൽകുകയും. അപാരമാണ് അള്ളാഹിൻ്റെ സൃഷ്ടിപ്പ്. ഈ മറുപടിയൊന്നും ഫിർഔന്റെ തലേ കയറാത്ത ഈ നൂറ്റാണ്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ആയത്താണ്. ഈ ആയത്ത് ഓതിയിട്ട് നിങ്ങൾ ഈ നാഷണൽ ജിയോഗ്രഫിക്, ആനിമൽ പ്ലാനറ്റ്, പിന്നെ ഡിസ്കവറി പോലെയുള്ള ലോകോത്തര സയൻറ്റിഫിക് ചാനലുകളൊന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം, ഇൻ്റർനെറ്റിലും അതുപോലെ സാറ്റലൈറ്റിലുമൊക്കെ. അള്ളാഹുവിൻ്റെ ഈ ആയത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, സുമ്മ ഹദാ. ഫിർഔൻ ഇങ്ങനെ അമ്പരന്ന് പോയ മറുപടിയാണ്. അവിടെ വെച്ച് ആ വാദപ്രതിവാദത്തിൻ്റെ പരിസമാപ്തിയായിരുന്നു. നിന്റെ ഈ ദൃഷ്ടാന്തങ്ങൾ, കൈയിങ്ങനെ പ്രഭവിതറിയ കയ്യും താഴെയിട്ടപ്പോൾ, വടിനിലത്തിട്ടപ്പോൾ പണം പിടർത്തുന്ന പാമ്പുമൊക്കെ അടയാളങ്ങളായി കാണിച്ചു കൊടുത്തു മൂസാ നബി. എല്ലാറ്റിനെയും നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനേക്കാൾ വലിയ മാജിക്കുകാരിൻ്റെ നാട്ടിലുണ്ട്, നമുക്ക് ആ മാജിക്കിൽ മത്സരിക്കാം. അങ്ങനെയാണ് പിന്നീട് കളമൊരുക്കപ്പെട്ടത്, മാജിക്കിൻ്റെ കളം. ഫിർഔന്റെ ദർബാർ, കൊട്ടാരം, അവിടെ വെച്ചാണ് മജിഷ്യന്മാർ ഒരുമിച്ച് കൂടിയത്, സാഹിര്യങ്ങൾ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ സന്നദ്ധനായി. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയായിരുന്നു എന്താ? ഇന്ന മഅകും മുസ്തമിഊൻ, അള്ളാഹ് കൂടെയുണ്ട്, അള്ളാഹു ഉണ്ട്. അദ്ദേഹം ആ ധൈര്യത്തിലും ആത്മവിശ്വാസത്തിലാണ്. എന്നാലും ഈ മാജിക്കുകാരെല്ലാം കൂടി അവരുടെ കയ്യിലുള്ള വടിയങ്ങോട്ട് ഇട്ടപ്പോൾ പണം പിടർത്തുന്ന നൂറുകണക്കിന് പാമ്പുകളാ നടുത്തളത്തിൽ കിടന്നങ്ങനെ ആടി ഉലയാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയാണ്, മനുഷ്യനല്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, പടച്ചോനെ എന്താ ഇത് എന്നൊന്ന് ബേജാറായിപ്പോയി എന്നാ. അല്ലാഹു ലാ തഖാഫ്, പേടിക്കണ്ട, എൻ്റെ കയ്യിലുള്ള വടി അങ്ങോട്ട് ഇട്ടോന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ മുഅ്ജിസത്തിൻ്റെ അമാനുഷികതയുടെ വടി അങ്ങോട്ട് താഴേക്കിട്ടപ്പോൾ അതൊരു ഉഗ്രസർപ്പമായി മാറുകയും ഈ കൺകെട്ട് വിദ്യക്കാരുടെ മുഴുവൻ സർപ്പങ്ങളെയും വിഴുങ്ങിക്കളയുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തമാണ്. പിന്നെ സംഭവിച്ചത് എന്താണെന്നും സാഹിര്യങ്ങൾ വിശ്വസിച്ചതും അവിടെ വെച്ച് ഫിർഔൻ അപമാനിതനായതും ആ സാഹിര്യങ്ങളെ കുരിശിലേറ്റാൻ പ്രഖ്യാപിച്ചതും അതിനവരെ നൽകിയ ആദർശനിബദ്ധമായ ഈമാനിൻ്റെ മറുപടിയുമൊക്കെ നമ്മളെ പുളകം കൊള്ളിച്ച വലിയ ചരിത്ര പാഠങ്ങളാണ്. ചെങ്കടലിലേക്ക് തങ്ങളുടെ വിശ്വാസികളെയുമായി പുറപ്പെട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ വാഗ്ദത്ത ഭൂമിയിലെത്തിക്കാൻ, ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ ചെങ്കടൽ രാത്രി
പുറപ്പെട്ടതാണ്. പ്രഭാതത്തിലാണ് ചെങ്കടലിൻ്റെ മുമ്പിലെത്തുന്നത്. മൂസാ നബിയും മർദ്ദിതരായ പട്ടിണിപ്പാവങ്ങളായ ദുർബലരായ കുറേ വിശ്വാസികളും മണത്തെറിഞ്ഞ് ഫിർഔൻ സ്വന്തം സായുധ സന്നാഹത്തോടുകൂടി അദ്ദേഹത്തെ പിടികൂടാൻ പോന്നു. മുഖാമുഖം ശത്രുക്കളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിശ്വാസികളും. ഖുർആൻ സൂറത്ത് ശുഅറയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഫലമ്മ തറാ അൽ ജംആനി, ആ രണ്ട് സംഘങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഖാല അസ്ഹാബു മൂസ, മൂസയുടെ കൂടെയുള്ള ആ ദുർബല വിശ്വാസികൾ പേടിച്ചരണ്ടുകൊണ്ട് പറഞ്ഞത്രേ, ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങളെ പിടിച്ചല്ലോ. എന്താ പറഞ്ഞത്? ഞങ്ങൾ പിടിക്കപ്പെട്ടല്ലോ എന്ന്. ആ സന്ദർഭത്തിൽ അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമാശ്വസിപ്പിച്ച ഒരു ആയത്ത് ഞാൻ നേരത്തെ ഓതി അല്ലേ? അതേ മറുപടി അള്ളാഹുവിൻ്റെ ആ റസൂല് പറയാ. ഖാല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖല്ലാ, നിങ്ങളങ്ങനെ ആവലാതി ആശങ്ക പറയരുത്. ഇന്ന മഅയ റബ്ബി സയഹ്ദി, എൻ്റെ റബ്ബിൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. എന്തെങ്കിലും ഒരു വഴി. നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് ഒരു സർവനാശത്തിൻ്റെ മഹാപ്രളയത്തിൻ്റെ മുമ്പിൽ കപ്പലുണ്ടാക്കാൻ പറഞ്ഞു മുമ്പായിട്ട്. അതും ഒരു മലൻ്റെ മുകളിൽ. ആ ജൂതി പർവ്വത ശിഖരത്തിൽ കപ്പൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. മരടുത്ത് തോളിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ നിർമ്മാണം നടത്തുക നൂഹ് നബി. പക്ഷേ ഇവിടെ ചെങ്ങാടുണ്ടാക്കാനും കപ്പലുണ്ടാക്കാനും ഒന്നും അല്ല പറഞ്ഞില്ല. ആരോട്? ആദ്യം നീ ഒരു ചെങ്ങാടം റെഡിയാക്കി വെക്ക്, എന്നിട്ട് രാത്രി ഇങ്ങോട്ട് പുറപ്പെട്, ഒന്നും പറഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി വിശ്വാസികളോടും പുറപ്പെടാൻ പറഞ്ഞു. അദ്ദേഹം പുറപ്പെട്ടു. അള്ളാഹ് പറഞ്ഞു, കേട്ടു. ചെങ്കടലിന് മുന്നിൽ ചെകുത്താൻ ബാക്കിൽ, ചെങ്കടലിനും ചെകുത്താനും മധ്യേ. ആ മധ്യേ അകപ്പെട്ട വിശ്വാസികൾ ദുർബലരാ, അവർ പേടിച്ചരണ്ട് വിലപിച്ചു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്ഥൈര്യം കൊടുത്തു. അദ്ദേഹം അല്ലാഹ് കൂടെയുണ്ട്, അവൻ ഒരു വഴി കാണിച്ചു തരുന്നു. ഫലമ്മ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ വഔഹൈനാ മൂസ അൻ ളിബ് ബിഅസാകൽ ബഹ്റ ഫൻഫലഖ ഫഖാല കുല്ലു ഫിർഖിൻ ഖത്തൗദിൽ അലീം. ഭീമാകാരങ്ങളായ പാറക്കെട്ടുകളെ പോലെ പടച്ചതമ്പുരാൻ ആ കടലിനെ പിളർത്തി. ആ കടലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിളർത്തി. ആ കടലിൻ്റെ ആഴത്തട്ടിലുള്ള പഞ്ചാര മണലിലൂടെ ആ വിശ്വാസികളും പ്രവാചകനും അക്കരേക്ക് നടന്നു. ആ പാത കണ്ട് അതിൻ്റെ പിറകെ ഫിർഔനും കൂടെയുള്ളവരും അവരുടെ കൂടെ കൂടി അവരക്കരെ എത്തി. കടൽ വീണ്ടും സംഗമിച്ചു. അവിടെ ഫിർഔനും കൂട്ടരും മുഖ്യ നശിപ്പിക്കപ്പെട്ടു. സഹോദരന്മാരെ, അള്ളാഹു കൂടെയുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെയും പടച്ചതമ്പുരാൻ കൂടെ നിന്ന് സഹായത്തിൻ്റെയും ചരിത്രമാണ് ഖുർആൻ പറയുന്നത്. അതാണ് ഖുർആൻ്റെ ചരിത്രം. ദഅവത്തുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആൻ്റെ ശാസ്ത്രവിജ്ഞാനങ്ങളിൽ നിന്ന് ആളുകൾ കണ്ടെത്തേണ്ടത് എന്താ? അവരത്ഭുതപ്പെട്ട് അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ കണ്ടെത്തി വിശ്വസിക്കുക വേണ്ടത്. ഖുർആനിൻ്റെ നിയമനിർദ്ധാരണത്തിലൂടെ അള്ളാഹുവിലേക്ക് അവരെത്തുകയാണ് വേണ്ടത്. ഖുർആനിൻ്റെ സാഹിത്യ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമാണ് കാലഘട്ടങ്ങളെ അതിജയിക്കുന്ന ഖുർആനിൻ്റെ ഭാഷാശാസ്ത്രം, അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഒരു ഭാഷയ്ക്ക് ആധുനിക ഭാഷാ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ആയുസ് മാക്സിമം 500 കൊല്ലം. എത്ര? 500 കൊല്ലം ഔട്ട്ഡേറ്റഡ് ആകാതെ നിലനിൽക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് പിന്നെ ആ ഭാഷ അപ്ഡേറ്റിന്, പരിവർത്തനത്തിന്, മാറ്റത്തിന് വിധേയമാകുന്ന ലോകത്തെ ഒരുപാട് ഭാഷകൾ. ഇപ്പം നോക്കൂ നിങ്ങൾ, സംസ്കൃതം ഒരു വേദഭാഷയാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു കുട്ടി ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തെ പോലും എന്ത് ചെയ്യുന്നില്ല, സംസ്കൃതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. ഹെബ്രു, അരാമിക് ബൈബിളിൻ്റെ ഭാഷയാണ്. ആ ഭാഷയിൽ ഒരു ജനത സംസാരിക്കുന്ന ഒരു ജനത ലോകത്തില്ല. ഖുർആൻ അറബി ഭാഷയാണ്. അനേകം രാജ്യങ്ങൾ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും അറബി ഭാഷ അവരുടെ മാതൃഭാഷയായി സംസാരിക്കുന്നു. അക്കാലഘട്ടത്തിലെ അറബി ഭാഷ സാഹിത്യകാരന്മാരെ അത്ഭുതപ്പെടുത്തി അവരുടെ മുകളിലാണ്, അവരുടെ ഭാഷാ സാഹിത്യത്തിൻ്റെ മുകളിലാണ് ഖുർആൻ നിലകൊണ്ടത്. എന്നാൽ
ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലും ഖുർആൻ അറബി ഭാഷയുടെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇതൊരു മഹാത്ഭുത. കാലപ്പഴക്കങ്ങളെ അതിജയിച്ച് നിലനിൽക്കുന്നു. അപ്പം മലയാളം എടുത്തു നോക്കി, മലയാളത്തിൻ്റെ ഒരു 100 കൊല്ലം 500 കൊല്ലം വേണ്ട അല്ലേ, 100 കൊല്ലത്തിനിപ്പുറത്താണ് മലയാളം രൂപം കൊണ്ടത്. ആ പണ്ടത്തെ മലയാളം ആരെങ്കിലും ഇപ്പോൾ സംസാരിച്ചാൽ തണ്ടാൻ, കൊണ്ടമാല, ഇച്ചിപ്പാൻ, പറവാൻ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും സംസാരിച്ചാൽ നമുക്കെന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല. ഒരു നൂറ്റാണ്ടിനെ അതിജയിക്കാൻ പോലും നമ്മുടെ ഭാഷയ്ക്കൊന്നും സാധിച്ചിട്ടില്ല. കാലഘട്ടങ്ങളെ അതിജയിച്ച ഒരു അത്ഭുത ഭാഷയായി അറബി നിൽക്കുന്നു. ആ അറബി ഭാഷൻ്റെ മുകളിൽ ഖുർആനും നിലനിൽക്കുന്നു. ഖുർആൻ്റെ സാഹിത്യം ഇപ്പോൾ പഴയ സാഹിത്യ ഗ്രന്ഥങ്ങൾ എത്ര ഉണ്ട്? എന്തിനെങ്കിലും പറ്റുമത്? ആർക്കെങ്കിലും തിരിയത്? അങ്ങനത്തെ ഒരവസ്ഥ, ആ ഒരു ഔട്ട്ഡേറ്റഡായി പോകുന്ന ഒരവസ്ഥ ഖുർആന് അറബി ഭാഷയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എല്ലാ രംഗത്തും വിസ്മയകരമായ വിശുദ്ധ ഖുർആൻ അത് അടിസ്ഥാനപരമായി നൽകുന്ന സന്ദേശം ദഅവത്താണ്. ആ ദഅവത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവമുള്ള ഒരായത്തുകൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. എൻ്റെ ആദ്യഘട്ടത്തിൽ അരമണിക്കൂർ ഇവിടെ തീരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇന്നല്ലദീന, സൂറത്തുൽ ബഖറ 159 ആയത്ത്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. ശ്രദ്ധിക്കേണ്ട, വീട്ടിൽ പോയിട്ട് മനപ്പാടാക്കേണ്ട ആയത്താണ്. ഈ ആയത്ത് അറിയുന്ന ആളുകളുണ്ടോ ആരെങ്കിലും? രണ്ടാമത്തെയും സൂറത്തുൽ ബഖറയിലെ 159 ആയത്ത് വല്ലാത്തൊരായത്താണ്. എന്താ അല്ലാഹു ഇവിടെ പറയുന്നത്? ഇന്നല്ലദീന, ഒരു കൂട്ടർ, യക്തുമൂന, അവർ മറച്ചു വെച്ചു, മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്, അള്ളാഹു അവതരിപ്പിച്ച അവൻ്റെ കിതാബിലെ, അവൻ്റെ ഗ്രന്ഥത്തിലെ ജനങ്ങൾക്ക് ഹിദായത്ത് കിട്ടാൻ, ജനങ്ങൾ വിശ്വസിക്കാൻ, ഉൾക്കൊള്ളാൻ വേണ്ട തെളിവുകളും മാർഗദർശനവും വിവരിച്ചതിന് ശേഷം അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാതെ മറച്ചു വെക്കുന്ന ആളുകളെ, വീട്ടിൽ കെട്ടിപ്പൂട്ടി വെക്കുന്ന ആളുകളെ, പള്ളിയുടെ തട്ടിൽ മാത്രം ഖുർആനെ പരിമിതപ്പെടുത്തിയിട്ടുള്ള ആളുകളെ ഉലൈക യൽഅനുഹുമുല്ലാ, അല്ലാഹ് ശപിച്ചു കളയും. വയൽഅനുഹുമുൽ ലാഇനൂൻ, മലക്കുകളുടെ ശാപവും അവർക്കുണ്ടാവും. ഇതാണ് എൻ്റെ വിഷയത്തിൻ്റെ അടുത്ത അരമണിക്കൂറിൻ്റെ അടിസ്ഥാന പ്രതിപാദനം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെയും എൻ്റെയും കയ്യിലുള്ള ഖുർആൻ, നമ്മൾ അർത്ഥപൂർണ്ണം ലേണിംഗ് ക്ലാസ്സിൽ പോയി പഠിച്ചെടുത്ത ഖുർആൻ, നമ്മൾ അർത്ഥം വായിച്ച് വീട്ടിലും പള്ളിയിലും വെച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ, ഈ ഖുർആന് അവകാശികൾ ആരാണ്? അന്നാസ് അല്ലേ? ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണല്ലോ പ്രയോഗിച്ചത്. അന്നാസ്, അവർ മുഴുവൻ ജനങ്ങളുമാണ്. യാ അയ്യുഹന്നാസ് ഖുർആൻ്റെ പ്രയോഗ, ഹുദല്ലിന്നാസ് ഖുർആൻ്റെ പരാമർശ. ഈ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട 2 കാര്യങ്ങൾ ഖുർആനിലുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, ഖുർആൻ അതിനെ സംഗ്രഹിക്കുക ഈ ആയത്തിൽ. ഒന്ന് തെളിവാണ്, ആയാത്ത്, ബയ്യിനാത്ത്. 2 ഹുദയാണ്, മാർഗദർശനം. ഒരു വേദഗ്രന്ഥം നോക്കിയാലും നിങ്ങൾക്ക് കൃത്യമായ മാർഗദർശനം കിട്ടൂല. നിങ്ങളിപ്പോൾ ഭഗവത്ഗീത എടുത്ത് വായിച്ചു നോക്കൂ, നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നൊരു ഗൈഡൻസ് ഗീതയിൽ കിട്ടുമോ? കിട്ടൂല. ഞാൻ മുഴുവൻ വായിച്ചതാണ്. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കൂ, എങ്ങനെ ജീവിതം മതപരമായി ചിട്ടപ്പെടുത്തണം എന്ന് ബൈബിളിലുണ്ടോ? ഇല്ല. അതൊക്കെ പിന്നീട് പുരോഹിതന്മാർ നിയമങ്ങൾ ഉണ്ടാക്കിയതാണ്, ബൈബിൾ കാണൂല. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ സമഗ്രമായ ഇസ്ലാമിക ജീവിതത്തിൻ്റെ അധ്യാപനങ്ങളുണ്ട്. എന്താ തെളിവുകൾ? ബയ്യിനാത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? പദാർത്ഥ ലോകത്ത് കാണാൻ പറ്റൂല. ഖൽബ് കൊണ്ട് കാണുന്ന തെളിവുകൾ ഖുർആനിലുണ്ട്. ഈ 2 കാര്യങ്ങൾ ലോകത്തെ മനുഷ്യന്മാർക്ക് ഖുർആനിലൂടെ കിട്ടണം. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദഅവത്ത് ചെയ്യണം, പ്രബോധനം ചെയ്യണം. നമ്മളിത് പ്രബോധനം ചെയ്യാതെ പിന്നെ മാറ്റിവെച്ച് വീട്ടിൽ ഒതുക്കി വെച്ചാൽ ഈ ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടാത്ത ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ നരകത്തിലേക്ക് പോകും. എങ്ങോട്ട് പോകും? നരകത്തിലേക്ക് പോകും. അപ്പോൾ പരലോകത്ത് ഒരു നരകത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ കൈയും കൂടി അവരെന്ത് ചെയ്യും? മുറുക്കി പിടിക്കും. രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ദുനിയാവിൽ തന്നെ രക്ഷപ്പെടാൻ ഉലൈക യൽഅനുഹുമുല്ലാ, അള്ളാഹിൻ്റെ ശാപമുണ്ടാകുന്നു. ആർക്ക്?
ഇസ്ലാമിക പ്രബോധനം, ഖുർആനിക പ്രബോധനം നിർവഹിക്കാത്ത മുസ്ലിം ഉമ്മത്ത് അവർ പടച്ചതമ്പുരാൻ്റെ ശാപകോപത്തിൻ്റെ ചൂടിലായിരിക്കുന്നു. എന്താ ഇപ്പം മുസ്ലിം ലോകത്തിൻ്റെ അവസ്ഥ? എന്താണ് സിറിയൻ്റെ ഒക്കെ സ്ഥിതികളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ സിറിയ സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ സന്ദർശിച്ചതിൻ്റെ അടുത്ത 3 മാസത്തിന് ശേഷം അവിടെ ഈ യുദ്ധം, അറബ് വസന്തും യുദ്ധമൊക്കെ, വിമതരുടെ യുദ്ധം തുടങ്ങിയിട്ടുള്ളത്. ആ 3 മാസത്തിന് മുമ്പ് അങ്ങനെ ആ സിറിയയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഖബറുകൾ ഇങ്ങനെ തടഞ്ഞു വീഴും. നമ്മൾ സുലൈമാൻ നബിൻ്റെ ഖബർ, ഓരോ പ്രവാചകന്മാരെ പേരും പറഞ്ഞിങ്ങനെ ഖബർ പടുത്തുയർത്തി അതിൻ്റെ മുന്നിൽ ഷിയാക്കൾ ചെന്ന് തലയിട്ടടിച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യാണ്, തലയിട്ട് അടിക്കുക ഖബറിൻ്റെ കല്ലിൻ്റെ മുകളിലൊക്കെ. ആണുങ്ങളും പെണ്ണുങ്ങളും നെഞ്ചു പൊട്ടിപ്പോകുന്ന, നമ്മളൊക്കെ ഉത്തരേന്ത്യയിൽ ഇങ്ങനെ പല കേന്ദ്രങ്ങളിലും ഒക്കെ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ കേട്ടിക്കണം. അതിലും ഭീകരമായ ഷിർക്കിൻ്റെ ലോകം. സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കൂ, എന്താണ് ഇപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ? പകുതിയോളം വരുന്ന ജനങ്ങൾ അഭയാർത്ഥികളാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ കൊല്ലപ്പെട്ടു. എത്രയോ സഹോദരിമാർ പിച്ച് ചീന്തപ്പെട്ടു. പിഞ്ചു കുട്ടികൾ പോലും നിഷ്കരുണം വധിക്കപ്പെട്ടു. ലോകം കണ്ട ഏറ്റവും ഭീകരമായ യുദ്ധക്കെടുതികളുടെ നേർക്കാഴ്ചയായി സിറിയ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തെത്ര മുസ്ലിം രാജ്യങ്ങൾ. ഫലസ്തീനിൻ്റെ നിലവിളി എത്ര കാലമായി നമ്മൾ കേൾക്കും, എത്ര കാലമായി. അഫ്ഗാനിൻ്റെ സ്ഥിതി എന്ത്? ഇറാഖ് ഒരു ശ്മശാന ഭൂമിയായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ലോകത്തെ മുസ്ലിമീങ്ങൾ അവരനുഭവിക്കുന്ന അപമാനകരമായ അവസ്ഥയും നിസ്സഹായതയുടെ നിലവിളിയും എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നില്ല? എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഇൻ തൻസുറുല്ലാഹ് അൻ യൻസുറുക്കും ഫയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അല്ലാഹുവിനെ സേവിക്കാൻ സഹായിക്കാൻ തയ്യാറാവണം. നിങ്ങൾ തൗഹീദിൻ്റെ മാർഗത്തിൽ നിലകൊള്ളണം. നിങ്ങളുടെ ദീൻ ആദർശം ഇസ്ലാമാകണം. അതിൻ്റെ പ്രബോധകന്മാരായി നിങ്ങൾ തീരണം. എങ്കിലോ അല്ലാഹു നിങ്ങളെ കൂടെ ഉണ്ടാവും. വലിയ ശക്തിയായിട്ടൊന്നല്ല. എവിടെ? ബദറിലും ഉഹദിലും ഒക്കെ അല്ലാഹ് തന്നെ പറയുന്നുണ്ടല്ലോ ഖുർആനിൽ. സൂറത്തു ആൽ ഇംറാന്റെ ആയത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ? വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. നിങ്ങൾ വളരെ ദുർബലരായിരുന്നു ബദറിൽ, പക്ഷെ വലഖദ് നസറക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സഹായിച്ചു. ഇന്ന് നമ്മളോ 150-200 കോടിയോളം ആളുകളുണ്ടായിട്ടും സഹായിക്കപ്പെടുന്നില്ലേ? മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഏകോപിച്ച് നിൽക്കാൻ കഴിയുന്നില്ലേ? മുസ്ലിങ്ങൾക്കിടയിലുള്ള ഫിർക്കത്തിനും ശൈഥില്യത്തിനും പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ലേ? എന്തൊരു നിസ്സഹായാവസ്ഥയാണ്. അടിസ്ഥാനപരമായ കാരണം അള്ളാഹുവിൻ്റെ ലഅനത്ത്, ശാപത്തിൻ്റെ ചൂടിലാണ്. മലക്കുകളുടെ ലഅനത്തിൻ്റെ ശാപകോപത്തിൻ്റെ ചൂടിലാണ് മുസ്ലിങ്ങൾ വെന്തുരുകുന്നത്. അവിടെ തൗഹീദിലേക്കും ഈമാനിലേക്കും ഹിദായത്തിലേക്കും ഇസ്ലാമിലേക്കും ഇസ്ലാമിക പ്രബോധനത്തിലേക്കും തിരിച്ചു വരാൻ സാധിച്ചാലേ രക്ഷപ്പെടാൻ കഴിയും. യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ മുസ്ലിങ്ങളും ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിമീങ്ങളിൽ ഏറ്റവും പ്രബുദ്ധരായ മുസ്ലിങ്ങളുള്ള പ്രദേശമാണ് കേരളം. കേരളത്തിൻ്റെ പുറത്തുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ നോക്കി. എന്നും കലാപങ്ങളാണ്. അടിച്ചമർത്തപ്പെട്ടവരും ആരാൻ്റെ വിറകുവെട്ടികളും വെള്ളംകോരികളും ദുർബലരും വർഗീയ കലാപങ്ങളിൽ കുരുതി കൊടുക്കപ്പെടുന്നവരുമായ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ത്? എന്താണ് അവരുടെ ആദർശം? എന്താണ് അവരുടെ വിശ്വാസം? എന്താദർശപരമായ ഔന്നത്യം അവർക്കുണ്ട്? നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. അപ്പോൾ ലോകത്തെ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ ചിന്തകനും പണ്ഡിതനും ഗ്രന്ഥകാരനുമായ അലിമിയാൻ അബുൽ ഹസൻ അലി നദ്വി, അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ 2 ഗ്രന്ഥങ്ങളിൽ ഇസ്ലാം ആൻഡ് ദ വേൾഡ്, ഇസ്ലാമും ലോകവും എന്ന പുസ്തകത്തിലും ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിയത്തിലേക്ക് എന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയിലും അദ്ദേഹം പറയുന്നുണ്ട്, കുറേ രൂപങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്, യാഥാർത്ഥ്യങ്ങളല്ല. മനസ്സിലായോ? ഇസ്ലാമിൻ്റെ കോലങ്ങളാണ് നമ്മൾ ലോകത്ത് കാണുന്നത്. ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ചെന്നാൽ നമ്മളിപ്പോൾ ഈ നീണ്ട താടിയും ഒരു തൊപ്പിയും ജുബിയൊക്കെ കണ്ടായിരിക്കും എന്തോ ഖുർആനൊന്നും ഓതാൻ പറഞ്ഞ കാണിച്ചവനോ ഓതാൻ അറിയില്ല, അതിൻ്റെ അർത്ഥം എന്ന് പറയാൻ പറഞ്ഞാൽ അറിയില്ല, നിസ്കാരത്തിലെ ദുആ പറയാൻ പറഞ്ഞാൽ കഴിയില്ല. അപ്പം ഈ കോലങ്ങളാണ്, നദ്വി സാഹിബ് പറയും, ഈ കോലങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവർ കോലങ്ങളായിരുന്നില്ല, യാഥാർത്ഥ്യങ്ങളായിരുന്നു. എന്താണ്? അവർ റിയാലിറ്റി ആയിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു.
രൂപങ്ങളും യാഥാർത്ഥ്യങ്ങളും എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇസ്ലാം ലോകത്തിൽ നിന്നും അടർത്തിയെടുത്തൊരു കൊച്ചു ലഘുലേഖ, ഒരു കൊച്ചു പുസ്തകമുണ്ട് നദ്വി സാഹിബിൻ്റെ. അദ്ദേഹം മനമുരുകി മുസ്ലിം ലോകത്തെ വിശകലനം ചെയ്യുകയാണ്, മനമുരുകിയിട്ട്. സഹോദരന്മാരെ, ഈ കോലങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ കാക്കാൻ കഴിയില്ല. ഈ കോലങ്ങൾക്ക്, രൂപങ്ങൾക്ക് അള്ളാഹിൻ്റെ സഹായം കിട്ടൂല. ആദ്യം യാഥാർത്ഥ്യങ്ങളായിത്തീരാൻ നമുക്ക് കഴിയണം. യാഥാർത്ഥ്യങ്ങളായിത്തീരാൻ, കൃത്യമായി ആദർശത്തിൻ്റെ പ്രോജ്വല മാതൃകകളാകാൻ കഴിയണം. ദഅവത്ത് എന്ന് പറയുന്നത് അത് വലിയ ഒരു ഇസ്ലാമിക വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഘടകം കൂടിയാണ്. ദഅവത്ത് ഇസ്ലാമിക വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഘടകം കൂടിയാണ് ദഅവത്ത്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് കേൾക്കണം എന്തിനാ? ഈ ഉത്ബോധനത്തിലെ എല്ലാ ആഴ്ചയും സമൃദ്ധമായ സദസ്സിൽ നമ്മളെല്ലാവരും വന്നിരിക്കണം. ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് എന്തിനാ? ജീവിതത്തിലൊരു മാറ്റം, അല്ലേ? ഒരു മെച്ചപ്പെടൽ, ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. മതപരമായി ഒന്നുകൂടി തഖ്വ ആർജിക്കണം, ഈമാൻ വർദ്ധിക്കണം. സഹോദരന്മാരെ, ദീനിൻ്റെ മജ്ലിസിൻ്റെ നേട്ടമാണത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, തസ്കിയത്തും തർബിയത്തും പഠിച്ചെടുക്കേണ്ടതല്ല, സംസ്കരണവും ശിക്ഷണവും അത് കർമ്മപദത്തിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ ഏറ്റവും അടിസ്ഥാനപരമായി നിർവഹിക്കേണ്ടത് ദഅവത്താണ്. ദഅവത്തിനെ ഉലമാക്കൾ വിശദീകരിച്ചത് ഒരു അലക്കുകാരൻ വസ്ത്രം അലക്കുന്നത് പോലെയാണെന്ന്. അപ്പോൾ വസ്ത്രം ഇങ്ങനെ അടിച്ചലക്കുമ്പോൾ അയാളുടെ വസ്ത്രം വൃത്തിയാകും, അയാളുടെ കൈകളും എന്താവും? വൃത്തിയാകും. ഇതുപോലെയാണ് ദഅവത്ത്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യദീനിൻ്റെ ആശയങ്ങൾ, പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാന സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമത്തിലൂടെ നമ്മൾ സംസ്കൃതരാകും, നമ്മൾ നന്നാവും, നമ്മൾ തസ്കിയത്തിനും തർബിയത്തിനും വിധേയരാകും. കാരണം ഖുർആനിൻ്റെ ഒന്നാമത്തെ ദായി ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദായിയുടെ മഹത്വത്തെ അള്ളാഹു പ്രശംസിക്കുന്നത് എങ്ങനെയാണ്? ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഉത്തമ സ്വഭാവിയാണ്. വിട്ടുവീഴ്ച, സ്നേഹം, കാരുണ്യം, ഗുണകാംക്ഷ, കുടുംബസ്നേഹം, സാഹോദര്യം, ദീനാനുകമ്പ, കാരുണ്യബോധം, എന്തെല്ലാം ഗുണങ്ങളുടെ കലവറയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സഹോദരന്മാരെ, അതൊരു ദായിയുടെ ക്വാളിറ്റിയാണ്. ദഅവത്ത് എന്താണ്? മെത്തഡോളജി ഓഫ് ദാവ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ദഅവത്തിൻ്റെ രീതിശാസ്ത്രം, ദഅവത്തിൻ്റെ രീതിശാസ്ത്രം ഖുർആനിൽ നിന്ന് പഠിച്ചെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നി ലക്കും നാസിഹും മുബീൻ. നബിമാർ പറയാം, ഞാൻ നിങ്ങളോട് വ്യക്തമായ ഗുണകാംക്ഷയുള്ള ഒരു വ്യക്തിയാണ്. ഒരു പ്രവാചകൻ്റെ വാക്കാണ്. നിങ്ങളോട് വ്യക്തമായ ഗുണം കാക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നസീഹത്ത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ദഅവത്ത് ചെയ്യുന്നത്. ഖുലാലഹു ഖൗലൻ ലയ്യിനൻ. അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് ദഅവത്ത് ചെയ്യുന്നത്. സൗരന്മാരെ, നിങ്ങൾ ഈ സത്യദീനിൻ്റെ തൗഹീദിൻ്റെ മാർഗത്തിൽ നിലകൊള്ളണമെന്നത് എൻ്റെ വിനയത്തിൻ്റെ ഭാഷയാണ്. ഹിക്മത്ത് ദുഊ ഫീ സബീലി റബ്ബിക വൽ ഹിക്മത്ത് മൗഇലത്തുൽ ഹസന. സദുപദേശവും യുക്തിദീക്ഷയോടും കൂടിയാണ് ഞാൻ ദഅവത്ത് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഓതിയ ആയത്തിൽ ബസ്വീറത്ത്, ഇതൊക്കെ മെത്തഡോളജി, രീതിശാസ്ത്രമാണ് ദഅവത്തിൻ്റെ. എന്താണ് ബസ്വീറത്ത്? അവധാനത, ഉൾക്കാഴ്ച. ദഅവത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അദൂ ഇലല്ലാഹ് അല ബസ്വീറത്ത് എന്നുള്ള പ്രയോഗിച്ചത്. ഞാൻ ദഅവത്ത് ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ ബസ്വീറത്തോടു കൂടിയാണെന്നാ പറയാൻ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. എന്താ കാരണം? ആ ബസ്വീറത്ത് നഷ്ടപ്പെട്ട ദഅവത്ത് പാളിപ്പോകും. എന്താവും? പാളിപ്പോകും. പാളിപ്പോകാത്ത പ്രബോധനമാണ് യഥാർത്ഥത്തിൽ ദഅവത്ത്. അതിന് ലയ്യിനത്ത്, വിനയം വേണം, നസീഹത്ത്, ഗുണകാംക്ഷ വേണം, ഹിക്മത്ത്, യുക്തിഭദ്രത വേണം, മൗഇലത്തുൽ ഹസന, നല്ല നല്ല ഉപദേശങ്ങൾ വേണം, പിന്നെ ബസ്വീറത്ത്, അവധാനത വേണം. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുടെ സമ്മേളനം ഒരു പ്രബോധകനിൽ പ്രകടിതമാകണം. ആ പ്രബോധകൻ അങ്ങനെ ഒരു ഇരുട്ടിൻ്റെ ലോകത്ത്, ജാഹിലിയത്തിൻ്റെ ലോകത്തൊരു പ്രകാശ ഗോപുരമായി മാറണം. യാ അയ്യുഹൻ നബിയ്യ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. സൂറത്തുൽ അഹ്സാബിൻ്റെ ആയത്ത്. അല്ലയോ നബിയെ, താങ്കളെ നാം ഒരു ദായി, പ്രബോധകനാക്കിയിരിക്കുന്നു.
താങ്കളെ പ്രകാശം വരുത്തുന്ന ഒരു വിളക്കാക്കിയിരിക്കുന്നു. പ്രകാശഗോപുരമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫബിമാ റഹ്മതൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. അല്ലാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ടാണ് താങ്കൾ ചിത്തനായത്, അങ്ങേയറ്റത്തെ കരുണയുള്ള ഹൃദയമുള്ള വ്യക്തിത്വമായത്. താങ്കൾ ഒരു പരുഷ ഹൃദയൻ, ഗലീലൽ ഖൽബ്, ഒരു റഫ് പേഴ്സൺ, പരുഷ ഹൃദയൻ ആയിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റുഭാഗത്ത് നിന്ന് എന്ത് നേതാവാണ് ഇയാൾ, എന്ത് പണ്ഡിതനാണ് ഇയാൾ, എന്ത് പ്രഭാഷകൻ, പ്രസംഗത്തിൽ തന്നെ ഉള്ളൂ. അങ്ങോട്ട് പുറത്തിറങ്ങിയാൽ അയാൾ അഹങ്കാരവും കിബ്റും പരിഹാസവും പുച്ഛും ധാർഷ്ട്യതയും, ഒരു കൂടെ ജീവിക്കാൻ തോന്നൂല്ല എന്ന അവസ്ഥയിൽ നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ഒന്നിനും കൊള്ളാത്ത നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നിന്നെ കയ്യൊഴിയുമായിരുന്നു നബിയെ. പടച്ചോൻ്റെ റഹ്മത്ത് കൊണ്ടാണ് താങ്കൾ ഒരു ഉന്നത ഗുണമുള്ള വ്യക്തിത്വമായത് എന്ന് അള്ളാഹു തൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുക. നമ്മളതൊക്കെ മറന്നോ? ഏറ്റവും നല്ല അയൽവാസി നമ്മളല്ല ആവേണ്ടത്, ഏറ്റവും നല്ല കച്ചവടക്കാരൻ നമ്മളല്ല ആവേണ്ടത്, ഏറ്റവും നല്ല ഉദ്യോഗസ്ഥൻ നമ്മളല്ല ആകേണ്ടത്, ഏറ്റവും നല്ല കൂലിപ്പണിക്കാരൻ നമ്മളല്ല ആകേണ്ടത്. എല്ലാ മേഖലൻ്റെ അവസ്ഥ എന്താ? അപ്പോൾ കൂലിപ്പണിക്കാരെ കുറിച്ച് തൊഴിലെടുപ്പിക്കുന്നവർക്ക് പരാതിയാണ്. കാരണം പണ്ടൊക്കെ 7:30 മണിക്ക് ആളുകൾ പണിക്കെത്തും, ഇപ്പോൾ 9:30 മണിക്ക് പണിക്കെത്തും, 10:30 മണിക്ക് ചായ പിടിക്കാൻ പോകും, പിന്നെ ഉച്ചക്ക് ഭക്ഷണം, വൈകുന്നേരം ചായ, അതിനിടയിൽ മൊബൈൽ ഫോണിൽ അങ്ങനെ 100 കണക്കിന് ചർച്ചകളും സംവാദങ്ങളും. അതൊക്കെ കഴിഞ്ഞ് പണിയെടുക്കാനാകെ 4-5 മണിക്കൂർ കൃത്യമായി കൂലിയും വാങ്ങി പോവുക. തൃപ്തിയില്ലാതെ ആളുകൾ കൂലി കൊടുക്കുക. നോക്കൂ നിങ്ങൾ, കച്ചവടത്തിൽ കരിഞ്ചന്ത, വെട്ടിപ്പ്, കൃത്രിമത്വം, ബിസിനസ്, അതിപ്പോഴത്തെ കാലത്തല്ലേ അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. ഉദ്യോഗസ്ഥൻ, കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ, ആ കൂട്ടത്തിൽ മുസ്ലിമുണ്ട്. ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു ദുരവസ്ഥ നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് പറയുക, മദ്യത്തിനെതിരെ പോരാടുന്ന മുസ്ലിം, ഷിർക്കിനെതിരെ പോരാടുന്ന മുസ്ലിം, പലിശക്കെതിരെ പോരാടുന്ന മുസ്ലിം, വ്യഭിചാരത്തിനെതിരെ പൊരുതുന്ന മുസ്ലിം. ഇപ്പോഴോ ഷിർക്ക് ചെയ്യുന്ന മുസ്ലിം, അല്ലേ? ഷിർക്ക് ചെയ്യുന്ന മുസ്ലിം, വ്യഭിചരിക്കുന്ന മുസ്ലിം, മദ്യപിക്കുന്ന മുസ്ലിം, പലിശക്ക് കൊടുക്കുന്ന മുസ്ലിം. ഇതാണ് ഈ വിരോധാഭാസമാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മൾ യാഥാർത്ഥ്യങ്ങളല്ല, രൂപങ്ങളാണ്. എന്താണ്? ഇസ്ലാമിൻ്റെ കോലങ്ങളാണ്. ഈ കോലങ്ങളെ കാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറല്ല. അള്ളാഹ്ക്കൊരു നടപടിക്രമമുണ്ട്. അതിങ്ങനെ കേട്ടാൽ അള്ളാഹു ആദിലാണ്, നീതിമാനാണ്. സഹോദരന്മാരെ, വിറച്ചു പോകും അള്ളാഹിൻ്റെ നിഷ്കൃഷ്ടമായ നിലപാടുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ. ഹുനൈൻ യുദ്ധം അതിന് സാക്ഷിയാണ്. ഉഹുദ് യുദ്ധം അതിന് സാക്ഷിയാണ്. അനുസരണക്കേട് കാണിച്ചു, കൊടുത്ത് പണി കിട്ടി, അല്ലേ? പറഞ്ഞ ഇമാറത്തിൻ്റെ അനുസരണക്കേടിൻ്റെ ദുരന്തമാണ് ഉഹദിൽ കിട്ടിയത്. ഹുനൈനിലോ 10,000 മുസ്ലിങ്ങളുടെ സൈനിക എണ്ണം, 10,000. മുശ്രിക്കുകളോ 4,000. എത്ര? 4,000. പുതുമുസ്ലിങ്ങൾ ആവേശത്തിമിർപ്പില ഒരു ഉറപ്പിച്ചു. ഏത്? ഈ 10,000 മുസ്ലിമീങ്ങളോട് ഈ 4,000 വരുന്ന മുശ്രിക്കുകൾ എങ്ങനെ രക്ഷപ്പെടാൻ? പക്ഷേ ഈ ഹുനൈൻ യുദ്ധത്തോടുകൂടി ഞങ്ങളുടെ കഥ കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞ മുശ്രിക്കുകൾ സർവഗോത്രങ്ങളും സംഗമിച്ചുകൊണ്ട് ഒരു സമർപ്പിത പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൽ അല്പവിശ്വാസികളായ മുസ്ലിങ്ങൾ അങ്ങോട്ട് തോറ്റോടി, ചിതറിയോടിയിട്ട് ഖുർആൻ പറയാ, അള്ളാഹ് പറയാ, ഓടിയ തിക്കും തിരക്കിനിടയിൽ ഓടിയ ഭൂമി എന്തായി പോവും? ഇടുങ്ങിയതായി തോന്നുന്നു. അങ്ങനെ ഇടുങ്ങിയതായിട്ട് അവർ രക്ഷപ്പെടാൻ കഴിയാതെ ആയിപ്പോയിന്ന യോമ ഹുനൈനിൻ്റെ ദിവസം. ആ സന്ദർഭത്തിൽ ഏറ്റവും ഒച്ചയിട്ട്, അന്ന് മൈക്കൊന്നുമില്ലല്ലോ, ഒച്ചയിട്ട് സംസാരിക്കുന്ന പ്രവാചകൻ്റെ പ്രസംഗം, അത് ജനങ്ങളിലേക്ക് ഉറക്കെ എത്തിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചുകൊണ്ട്, അടുത്ത് നിർത്തിക്കൊണ്ടൊരു മലയുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിതറിയോടുന്ന, പതറിയോടുന്ന, തോറ്റോടുന്ന
ആ മുസ്ലിം സൈന്യത്തെ ഉറക്ക അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അന മുഹമ്മദുർ റസൂലുള്ളാഹ്, അന ഇബ്നു അബ്ദുല്ലാഹ്, ഞാൻ അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. ലാ കദിബ്, ഇത് കളവല്ല കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരെ, മുജാഹിദുകളെ, നിങ്ങളോടുന്നത് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കാണ്. റസൂലുള്ളാഹിൻ്റെ ആ പ്രസംഗം അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉറക്കെ അങ്ങോട്ട് പറഞ്ഞു. ബ്രേക്ക് ഇട്ടമാതിരി മുസ്ലിം പോരാളികൾ നിന്നു. പടച്ചോനെ, എങ്ങോട്ടാണ് ഈ തോറ്റോടുന്നത്? സ്വർഗത്തുനിന്നും നരകത്തിലേക്കോ തിരിച്ച് ഇരമ്പി വന്നു. അവർ പൊരുതി. ഒടുവിൽ ഹുനൈൻ ഇസ്ലാമിന് വിജയം സമ്മാനിച്ചു. അപ്പം കൊടുക്കേണ്ട ഡോസ് കിട്ടേണ്ടടുത്ത് അള്ളാൻ്റെ റസൂല് കൂടെ ഉണ്ടായിട്ടും ആര് കൊടുത്തു? മനസ്സിലാക്കണം നമ്മൾ. ആര് കൊടുത്തു? അള്ള കൊടുത്തു. ഇപ്പം അള്ളാൻ്റെ റസൂലൊന്നും കൂടെ ഇല്ല. കിട്ടേണ്ടത് കിട്ടിയേ തീരൂ. പഠിക്കേണ്ടത് പഠിച്ചിട്ടില്ലെങ്കിൽ ആദിലാണ് അള്ളാഹു, നീതിമാൻ. തിരുത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് നല്ലത്. ഞാൻ അങ്ങനെയൊക്കെ തന്നെ. എനിക്കിപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും പ്രസംഗിച്ചിട്ടും കാര്യമില്ല, നമ്മളെ സ്വഭാവമൊക്കെ അങ്ങനെ തന്നെ, നമ്മളങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് ജീവിച്ചാൽ അങ്ങനെ അങ്ങോട്ട് മരിച്ചു പോകും. അള്ളാഹു കബൂൽ ചെയ്യണം നമ്മളെ ജീവിതത്തെ, അള്ളാഹു കബൂൽ ചെയ്യണം. സഹോദരന്മാരെ, നമ്മൾ ദുആ ചെയ്യുക. ഓരോ കാൽവെപ്പും ഹിദായത്തിലേക്ക്, ഇസ്ലാമിക വ്യക്തിത്വത്തിലേക്ക്, സ്വഭാവ പെരുമാറ്റത്തിലേക്ക്, തഖ്വയുള്ള ജീവിതത്തിലേക്ക്, പ്രബോധകനാണെന്ന തിരിച്ചറിവിലേക്ക് ഓരോ കാൽവെപ്പും അവധാനതയോടുകൂടി മുന്നോട്ട് വെക്കുക. ഇസ്ലാഹി പ്രബോധന മേഖല ഇന്ന് വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അവസാനത്തെ 14 മിനിറ്റ് അല്ലേ, ഞാനത് പറയാൻ ഉപയോഗപ്പെടുത്തുക. സലഫിസം ലോകത്ത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സലഫിസം ലോകത്ത് ടാർഗറ്റ് ചെയ്യപ്പെടുന്ന കാരണം എന്താണ്? കാരണം അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ്, അത് ലോകത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ശബ്ദമാണ്. ഖബ്റു അലൽ മുശ്രിക്കീന ദഅഉ ഇലല്ലാഹ്, ഖബ്റു അലൽ മുശ്രിക്കീന ദഅഉ ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അത് മുശ്രിക്കുകൾക്ക് അരോചകകരമായിരിക്കും. അവർ ആഗോളാടിസ്ഥാനത്തിൽ ജൂതന്മാരും അമേരിക്കൻ സാമ്രാജ്യത്വം, ക്രിസ്ത്യൻ ഇമ്പീരിയലിസവും, യഹൂദ സൈനിസവും, ഇന്ത്യൻ ഫാഷിസവും കൈകോർത്ത് പിടിച്ചുകൊണ്ടവർ വിലയിരുത്തി ലോകത്തെ മുസ്ലിമുകളിൽ ഏറ്റവും അപകടകരമായ വാദമുള്ളവരാരാണ്? അത് സലഫികളാണ്. വിട്ടുവീഴ്ചയില്ലാത്ത തൗഹീദിൻ്റെ ആളുകളാണവർ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏറ്റവും അഴകുഴമ്പൻ സമ്മിശ്രമായി ഈ മറ്റ് മതസ്ഥരുടെ മുഖ്യധാരയിൽ ലയിച്ചു ചേരുന്നവരാരാണ്? അവർ സൂഫികളാണ്. അതുകൊണ്ട് സൂഫിസത്തെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. സൂഫിസത്തെ പ്രൊമോട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? സൂഫിസത്തെ പ്രൊമോട്ട് ചെയ്താൽ ഇസ്ലാം തകർന്നടിയും. സലഫിസത്തെ നാം തകർത്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ അത് തകർക്കപ്പെടും. അതുകൊണ്ട് തന്നെ കൃത്യമായി ടാർഗറ്റ് ചെയ്യപ്പെടുക ഇസ്ലാമിക പ്രബോധകന്മാർ, ഇസ്ലാമിക പ്രഭാഷകന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ എല്ലാം. അവിടെ നമ്മളൊരു കാര്യം, അപ്പോൾ നമുക്കങ്ങനെ സലഫിസത്തെ ലോകാടിസ്ഥാനത്തിലും രാജ്യാടിസ്ഥാനത്തിലും ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്ത് എന്ന ബേജാറ് നമുക്കുണ്ടാവേണ്ടതുണ്ടോ? സഹോദരന്മാരെ, നമ്മൾ സന്തോഷിക്കുക. എന്തിനാണ് നമ്മൾ സന്തോഷിക്കുന്നത്? ഞാനത് പറയാം. ഇസ്ലാമിക പ്രബോധനത്തെ ഉലമാക്കൾ പ്രവാചകന്മാരുടെ കാലഘട്ടം മുതലുള്ള ദീനിൻ്റെ പ്രബോധനത്തെ ഉലമാക്കൾ 4 ഘട്ടങ്ങളായി തിരിക്കുന്നു. എത്ര ഘട്ടങ്ങൾ? 4 ഘട്ടങ്ങൾ. അതിലൊന്നാമത്തേത് ദഅവത്താണ്. എന്താണ്? ദഅവത്ത്. രണ്ടാമത്തെ ഘട്ടം ഇബ്തിലാ ആണ്. എന്താണ്? ഇബ്തിലാ, ഫതൻ എന്ന് ഖുർആൻ പ്രയോഗിച്ച ഇബ്തിലാ, പരീക്ഷണം. ഒന്നാമത്തേത് പ്രബോധനം, രണ്ടാമത്തേത് എന്താണ്? പരീക്ഷണം. മൂന്നാമത്തെ ഘട്ടം സുബ്റാണ്. എന്താണ്? ക്ഷമയാണ്. നാലാമത്തെ ഘട്ടം നസ്റാണ്, അല്ലെങ്കിൽ ഫതഹ്, അള്ളാഹുവിൻ്റെ സഹായമാണ്, വിജയമാണ്. ഈ 4 ഘട്ടങ്ങളിലൂടെ ലോകത്തെ അമ്പിയാക്കൾ കടന്നുപോയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിൻ്റെ പ്രബോധനം നിർവഹിച്ചു. പ്രവാചകനെ എത്ര 40 വയസ്സ് വരെ ആരായിരുന്നു നബിതങ്ങളെന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഒരു നാട്ടിൽ
ഒരാൾ പോലും കുറ്റം പറയാത്തൊരു മനുഷ്യൻ, ഒരാൾ പോലും ആക്ഷേപിക്കാത്തൊരു മനുഷ്യൻ, അൽ അമീൻ, സത്യസന്ധൻ, അങ്ങേയറ്റത്തെ പെർഫെക്റ്റ് പേഴ്സണാലിറ്റി. എങ്ങനെയൊരു പേഴ്സണാലിറ്റി ഉണ്ടോ? അത്രക്ക് ഓർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്കിടയിൽ അതിന് പോലും മുഹമ്മദെ നീ മസ്ലഹത്ത് പറയുന്നവരെയാണ്. ഇസ്ലാം മദീനയിൽ വ്യാപരിച്ചതിൻ്റെ ചരിത്രം പോലും അസ്അദ് ബിൻ സുറാറയാണ് ആദ്യത്തെ റളിയല്ലാഹു അൻഹു, ആദ്യത്തെ അൻസാരി, മദീനക്കാരനായ മുസ്ലിം, ആദ്യത്തെ അൻസാരി. അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടിയ ചരിത്രം പോലും എന്താണെന്നറിയോ? അദ്ദേഹം ഒരു പ്രശ്നത്തിൽ തൻ്റെ കൂട്ടുകാരനായിട്ട്, നമുക്ക് മക്കത്ത് ഗോത്ര നേതാക്കന്മാരുണ്ട്, അവിടെ ചെന്ന് മസ്ലഹത്ത് പറയാമെന്നും പറഞ്ഞ് മക്കത്തേക്ക് പോകുന്നതാണ്. കഅബാലയത്തിൻ്റെ മുറ്റത്ത് വെച്ച് നബിതങ്ങൾ അവരെ കണ്ടു. നബിതങ്ങൾ അവരുടെ പ്രശ്നം കേട്ട് സുന്ദരമായ വിധി പറഞ്ഞു. അവർക്ക് വളരെ റാഹത്തായി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടുന്നത്. ആദ്യത്തെ അൻസാരിയാണ് അസ്അദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പോയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ആരെ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനത്തേക്ക് അയക്കുന്നത്. അവിടെ നിന്നാണ് ഒരു 10-40 ആളുകൾ ഒന്നാമത്തെ അഖബ ഉടമ്പടി, 10-75 ആളുകൾ രണ്ടാമത്തെ അഖബ ഉടമ്പടിയിലൊക്കെ എത്തുന്നതും ബൈഅത്ത് ചെയ്യുന്നതും, ഇസ്ലാം മദീനയിൽ അള്ളാഹു ഹിജ്റ അനുവദിക്കുന്നതും എല്ലാം ചരിത്രം അതാണ്. സഹോദരന്മാരെ, രണ്ടാമത്തെ ഘട്ടം അമ്പിയാക്കൾക്ക് നേരിടേണ്ടി വന്നത് എന്താ? ഫതന, ഇബ്തില, പരീക്ഷണ. അപ്പം മൂന്നാമത്തെ ഘട്ടം എന്താ? പരീക്ഷണം നേരിടുമ്പോൾ നമ്മളിങ്ങനെ തീവ്രവാദികളാവണമെന്ന, ആയുധമെടുക്കണമെന്ന, കലാപം ഉണ്ടാക്കണമെന്ന, സത്യപ്രബോധകരോട് മൂന്നാമത്തെ ഘട്ടം പറയുന്നത് സബ്ർ ചെയ്യാനാണ്. ഫസ്ബിർ സബ്റൻ ജമീല, സുന്ദരമായി ക്ഷമിക്കുക. ഒരു തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടും സലഫിസം വേട്ടയാടപ്പെടുമ്പോൾ, തൗഹീദി പ്രസ്ഥാനത്തെ തകർക്കാൻ ഭരണകൂടവും ഫാഷിസ്റ്റുകളും അക്രമികളും തൗഹീദിൻ്റെ വിരോധികളും കൈകോർത്ത് പിടിക്കുമ്പോൾ പോലും നമ്മുടെ നാവ് പിഴച്ചു പോകരുത്, നമ്മുടെ കർമ്മം പാളിപ്പോകരുത്. വിനയത്തിൻ്റെ, ഹിക്മത്തിൻ്റെ, നസീഹത്തിൻ്റെ, ലയ്യിനത്തിൻ്റെ എല്ലാ ഉന്നത നിലവാരവും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പോഴേ ഹിദായത്തിൻ്റെ സുഗന്ധം പരക്കൂ, അപ്പോഴേ അള്ളാഹ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഇപ്പം പൊളിറ്റിക്കൽ പാർട്ടീസ്, മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടികൾ, അതുപോലെ ചില സാമുദായിക മുസ്ലിം സംഘടനകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവാം. എന്നാൽ ആരും, ഒരു പാർട്ടിയും ഒരു കുട്ടിയുമില്ലാത്ത ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയേക്കാം. പക്ഷേ നമ്മുടെ കൂടെ ആരുണ്ടാവും? അള്ളാഹു. വമൻ യതവക്കലു അലല്ലാഹ്, അള്ളാഹു ഉള്ളവൻ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ നമ്മൾ മരിച്ചു പോവോ? നമ്മളെ കുട്ടികളെ കൊല്ലപ്പെടുമോ? നമ്മുടെ ഭാര്യമാർ ആക്രമിക്കപ്പെടുമോ? 2 മരണം ഒരു മനുഷ്യനുണ്ടോ? 2 തവണ മരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ല. നിങ്ങളെ ഡേറ്റ് എത്തിയാൽ പിന്നെ നിങ്ങളെ വലം യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, നിങ്ങൾ ഡേറ്റ് എത്തിയ പിറ്റേ ദിവസത്തെ നിങ്ങളെ നീട്ടപ്പെടുമോ? ഇല്ല. അതുകൊണ്ട് സത്യവിശ്വാസിയായ സത്യപ്രബോധകനോട് നിന്നെ ഞങ്ങൾ കൊന്നുകളയെന്നറിഞ്ഞാൽ അവൻ ഭയപ്പെടൂല. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ല, അവൻ അള്ളാഹുവിൻ്റെ സത്യപ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കും. വയഖ്ശൗനഹു, അവനെ ഭയപ്പെട്ടുകൊണ്ടാണ് അവരത് നിർവഹിക്കുന്നത്. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെയല്ലാതെ അവൻ വേറെ ആരെയും ഭയപ്പെടൂല, ആരെയും ഭയപ്പെടില്ല. സൂറത്തു അഹ്സാബിൻ്റെ ആയത്ത, വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അവനെ പേടിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അവൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യും. ആ സത്യപ്രബോധനത്തിൻ്റെ പരീക്ഷണ ഘട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെച്ചു. അതിൻ്റെ അർത്ഥം എന്താ? സാക്കിർ നായിക്കിൻ്റെയൊക്കെ ദാവത്ത് റിസൾട്ട് ഉണ്ടാക്കുന്നു. എം അക്ബറിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു. ഇസ്ലാഹി പ്രവർത്തനങ്ങൾ അത് സമൂഹത്തിൽ അനുരണനങ്ങൾ സൃഷ്ടിക്കുന്നു. ഇസ്ലാമിൻ്റെ മുസ്ലിം നാമമുള്ള ഷിർക്കൻ വിശ്വാസക്കാരുടെ മനസ്സുകളെ അസ്വസ്ഥമാക്കുന്നു. സത്യദീനിൻ്റെ പ്രബോധനം അത് റിസൾട്ട് ഉണ്ടാക്കുന്നു. നാം സന്തോഷിക്കുക. നമ്മൾ പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. അത് പ്രവാചകന്മാർ അനുഭവിച്ചത് വെറുതെ വയലിലെങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. കുറേ കാലമായാലും നമ്മൾ മിമ്പറിലും ഹുത്തുബയിലും പ്രസംഗത്തിലൊക്കെ യാസബിനും അമ്മാറും പിന്നെ ബിലാലുബിനും റവാഹിയൊക്കെ പറയുന്നു. അത് സ്വന്തം ജീവിതത്തിലേക്ക് ഒരു പരീക്ഷണ ഘട്ടമായി വരുമ്പോൾ നമ്മൾ ചിതറിയോടുക, തോറ്റോടുക, പതറിപ്പോവുക, മതി എല്ലാം നിർത്തുക എന്ന് പറയാ ഇല്ല. അൽഹംദുലില്ലാ, നമ്മൾ തെറ്റുകൾ പോലും തിരുത്തി ഐക്യപ്പെട്ട് ആദർശപരമായ നവോത്ഥാനത്തിൻ്റെ പാതയിൽ മുന്നേറാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് കൂടിയാണ് നമ്മുടെ
ഈ സമാഗമം ചരിത്രത്തിൻ്റെ അപൂർവതയാണ്. 14 വർഷങ്ങൾക്കിപ്പുറത്തുള്ള നവോത്ഥാന പാതയിലെ ഈ സമാഗമം. ഓരോ മഹല്ലുകളും ആവേശത്തിൻ്റെ തുടിപ്പിലാണ് തൗഹീദിനെ തച്ചുകെടുത്താൻ. ഇത് പറയാൻ ഇവിടെ സലഫികളുള്ളൂ. ഇവിടെ പിന്നെ കൊക്കക്കോലയും പ്ലാച്ചിമടിയും മൈലമ്മയും പൊളിറ്റിക്സും രാഷ്ട്രീയം എല്ലാം പറയാൻ ഈ സമുദായത്തിൽ ഒരുപാട് പാർട്ടികളുണ്ട്. പക്ഷേ നെഞ്ചിൻ്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ച റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ എന്ന ആദർശം പറയാൻ അവിടെ മുജാഹിദുകൾ മാത്രമേ ഉള്ളൂ. അള്ളാഹു നമ്മളെ കാക്കും. അള്ളാഹുവാണ് നമ്മളെ ഐക്യപ്പെടുത്തിയത്. ഇത്തരം ഇൻസിഡൻറ്റുകൾ, ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ നൽകിയിട്ട് അള്ളാഹുവാണ് നമ്മൾ ഐക്യപ്പെടുത്തിയത്. ആ ഐക്യത്തിൻ്റെ ഉള്ളിൽ ഫിർഖത്തിൻ്റെ അപശബ്ദങ്ങൾ ഉണ്ടാക്കാതെ, നിഫാഖിൻ്റെ കാപഢ്യത്തിൻ്റെ മനസ്സുകൾ കാത്തു സൂക്ഷിക്കാതെ ശുദ്ധ മുവഹിദുകളായി കൂടെയുള്ളവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിഷ്കളങ്കമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. എൻ്റെ കൂടെയുള്ളവരോട് അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും നമ്മളോട് പറഞ്ഞു, ഇനി അവരും നമ്മളും ഇല്ല, നമ്മൾ ഒന്നാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമക്ക് വേണ്ടി നമ്മൾ പ്രസംഗങ്ങൾ നടത്തും, സമ്മേളനങ്ങൾ നടത്തും, സ്ക്വാഡ് വർക്കുകൾ നടത്തും, പള്ളി മെമ്പറുകൾ ഉപയോഗപ്പെടുത്തും. കേരളത്തിലെ ഇസ്ലാഹി നവോത്ഥാനത്തിൻ്റെ ഈ വളർച്ച ഉണ്ടല്ലോ, സംഗതി രണ്ടായിട്ടുണ്ടെങ്കിലും വല്ലാതെ നമ്മൾ ഡെവലപ്പായിട്ടുണ്ട് പല മേഖലകളിലും, അല്ലേ? അപ്പോൾ ആ വളർച്ച മുഴുവനും തൗഹീദി പ്രബോധനത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെല്ലുവിളികളെ അവധാനതയോടെ ബസീറത്തോടു കൂടി നേരിട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. രണ്ടാമത്തെ ഇബ്തിലാഇൻ്റെ ഘട്ടത്തിന് ശേഷം മൂന്നാമത് ക്ഷമയവലംബിക്കണം, സബ്ർ വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു. 13 കൊല്ലം മക്കത്ത് ക്ഷമിച്ചു. എന്നിട്ടാണ് മദീനത്തേക്ക് പോയത്. മദീനത്തൊരു രാഷ്ട്രം പ്രവാചകനെ ഏൽപ്പിച്ചപ്പോഴാണ് പ്രവാചകൻ ആ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി യുദ്ധം ചെയ്തതും പോരാടിയതും. ഒടുവിലോ ഹുദൈബിയ സന്ധിയെ ഇഷ്ടപ്പെട്ടു, സമാധാനത്തിൻ്റെ കരാറിനെ പിന്തുണച്ചു. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ശാന്തിയും സമാധാനവും അത് സലഫികളിലൂടെ, മുജാഹിദുകളിലൂടെ കേരളീയ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ക്ഷമയുടെ, സൗഹാർദ്ദത്തിൻ്റെ, സഹനത്തിൻ്റെ മാതൃകകളായി നമ്മൾ മാറണം. അപ്പോഴോ അവസാനത്തെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് ഫീ ദീനില്ലാഹ് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായി ഹിദായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ആളുകൾ വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കണ്ണുകൊണ്ട് കണ്ടു. അപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യാനെന്ന് പറയാം. ആ നസ്റും ഫതഹും വരുന്നത് വരെ നമ്മൾ ക്ഷമയോടുകൂടി നിലകൊള്ളുക. ഈ ഘട്ടങ്ങളിൽ കൈകോർത്തു പിടിച്ച് നമ്മൾ മുന്നേറുക. തൗഹീദി പ്രബോധനം നമ്മുടെ ബാധ്യതയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളുടെ പ്രയാസങ്ങൾ കൊണ്ട് ഞാൻ ഈ പ്രസംഗത്തിൽ നിന്ന് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് ഈ ഭാഗത്ത് ശക്തമായ പെയിൻ, പ്രയാസം ഉണ്ട്. കഫത്തിലൂടെ രക്തം ചെറിയ തോതിൽ വരുന്നുണ്ട്. ഒരു ആക്സിഡൻറ്റിൽ റസ്റ്റിലായിരുന്നു. പക്ഷേ ഈ ഒരു മജ്ലിസിൽ വരാനുള്ള കൊതിയും പൂതിയും പ്രാർത്ഥനവും കൊണ്ടാണ് വിശ്രമിക്കുന്ന സമയത്ത് ഞാനിവിടെ എത്തിച്ചേർന്നത്. നിങ്ങൾ ദുആ ചെയ്യുക. തൗഹീദി പ്രബോധന മാർഗത്തിൽ ഇഖ്ലാസോടുകൂടി നിലകൊള്ളാൻ നമുക്കൊക്കെ അള്ളാഹു ആരോഗ്യവും ആഫിയത്തും നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സുകളിൽ അള്ളാഹു സ്നേഹവും സാഹോദര്യവും നിലനിർത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമക്ക് വേണ്ടി പ്രവർത്തിക്കാനും മരണത്തിൻ്റെ ബേജാറിൽ ആ കലിമ മറന്നുപോകാതെ അതിമനോഹരമായ അഭിമാനബോധത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ലോകത്തെ മുസൽമാൻ്റെ നിലവിളി, ലോകത്തെ മുസ്ലിം രാജ്യങ്ങളുടെ ദീനരോധനം നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ഹിദായത്ത് നൽകുകയും അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ തകർച്ചക്ക് തക്കം പാർത്തിരിക്കുന്ന ഫാഷിസ്റ്റുകൾ, സയനിസ്റ്റുകൾ, ക്രിസ്ത്യൻ സാമ്രാജ്യത്വം അള്ളാഹു അവരെയൊക്കെ പരാജയപ്പെടുത്തുമാറാകട്ടെ. സകല കുതന്ത്രങ്ങളെയും അതിജയിച്ചുകൊണ്ട് മുന്നേറാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനും ഇസ്സത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്നേഹവും ഐക്യവും നിലനിർത്തുമാറാകട്ടെ. നമ്മുടെ മഹല്ലുകളിൽ സജീവമായ പ്രവർത്തന സാഹചര്യങ്ങൾ അള്ളാഹു ഉണ്ടാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله